കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ 1990 മുതൽ നൽകി വരുന്ന ഒന്നാണ് കനകശ്രീ അവാർഡ്. കവിതാ വിഭാഗത്തിലാണ് ഇത് നൽകുന്നത്. ആദ്യ അവാർഡ് ലഭിച്ചത് നീലംപേരൂർ മധുസൂദനൻ നായർക്കായിരുന്നു. എന്നാൽ ഈ എൻഡോവ്മെന്റ് ലഭിച്ച പലർക്കും കനകശ്രീയെ കുറിച്ച് അറിയില്ല എന്നതാണ് സത്യം. അക്കാദമി പുരസ്കാര വിതരണ സമയത്ത് ഇത്തരം എൻഡോവ്മെന്റുകളെ കുറിച്ച് വിവരിക്കാറുമില്ല. മലയാള സിനിമയിൽ എക്കാലത്തും നിറഞ്ഞുനിന്ന തിക്കുറിശ്ശി സുകുമാരൻ നായരുടെയും മീന സുലോചനയുടെയും മകളാണ് കനകശ്രീ. അധ്യാപിക, കടൽ, സ്വപ്നങ്ങൾ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. കനകശ്രീയെ വർണ്ണമാല്യം ചാർത്തിയത് ഡോക്ടർ ജിതേന്ദ്രനായിരുന്നു. മലയാളത്തിലെ രണ്ടാമത്തെ കളർ ചിത്രമായ സ്വാമി അയ്യപ്പനിൽ ബാലമണികണ്ഠനായി അഭിനയിച്ച കുട്ടിയായിരുന്നു ജിത്തു എന്ന ജിതേന്ദ്രൻ. അതിനു മുൻപ് 2-3 തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2 വയസ്സുള്ളപ്പോൾ അമ്മ നഷ്ടമായ ആ ബാലനെ വളർത്തിയത് അച്ഛന്റെ സഹോദരിയായിരുന്നു. അച്ഛൻ ഇന്ത്യൻ സൈന്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ജിത്തു വളർന്നു സർക്കാർ സർവീസിൽ ഡോക്ടറായി. വയനാട്ടുകാർക്ക് ഇന്നും പ്രിയപ്പെട്ട ഡോക്ടറാണ് ജിതേന്ദ്രൻ എന്ന ജിത്തു ഡോക്ടർ. ഭർത്താവിനോടൊപ്പം ബുള്ളറ്റിൽ സഞ്ചരിക്കവേ അബദ്ധവശാൽ സാരി ചക്രത്തിൽ കുരുങ്ങിയുണ്ടായ അപകടത്തിലാണ് കനകശ്രീ അന്തരിച്ചത്. കനകശ്രീയുടെ മരണം തിക്കുറിശ്ശിയെ തളർത്തി. അതിനുശേഷമാണ് അദ്ദേഹം കാഷായ വസ്ത്രം ധരിച്ചു തുടങ്ങിയത്. സംഗീതത്തിലും മറ്റു കലകളിലുമൊക്കെ മകൾക്ക് താല്പര്യമുള്ള കാര്യം തിക്കുറിശ്ശിക്കും ഭാര്യയ്ക്കും അറിയാമായിരുന്നു. അപൂർവമായി ഡയറി കുറിപ്പുകളും എഴുതുമായിരുന്നു. മരണശേഷം തിക്കുറിശ്ശി മകളുടെ നോട്ട് പുസ്തകങ്ങളും മറ്റും നോക്കിയപ്പോഴാണ് പലയിടങ്ങളിലായി കനകശ്രീ കുറിച്ചിട്ട കവിതകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം അയൽവാസിയായ പി ഭാസ്കരൻ മാഷിനെ കാണിച്ചു. ഭാസ്കരൻ മാഷുമായി നല്ല അടുപ്പമുണ്ടായിട്ടും കനകശ്രീ കവിതകൾ എഴുതുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. തിക്കുറിശ്ശി മകളുടെ കവിതകൾ ശേഖരിക്കുകയും പി ഭാസ്കരന്റെ അവതാരികയോടുകൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് മലയാളത്തിലെ പ്രശസ്തരായ പല എഴുത്തുകാരും കനകശ്രീയുടെ കവിതകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി തിക്കുറിശ്ശി ഏർപ്പെടുത്തിയതാണ് ഇന്ന് കേരള സാഹിത്യ അക്കാദമി നൽകുന്ന കനകശ്രീ അവാർഡ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.